അദാനി വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പിരിഞ്ഞു. 12 മണി വരെ നിർത്തിവെച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ ജോർജ് സോറസ് ബന്ധമുയർത്തി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നിരുന്നു. മോദിയുടെയും അദാനിയുടെയും മുഖംമൂടി ധരിച്ച് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരണ, ഇന്നിപ്പോൾ പ്രതിപക്ഷം നമുക്കറിയാം അദാനി വിഷയത്തിൽ തുടർച്ചയായി ആക്രമിക്കുന്നുണ്ട് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ. അതിനെ എങ്ങനെയാണ് ഭരണപക്ഷം പ്രതിരോധിക്കുന്നത്? എന്തായിരുന്നു ഇന്ന് പാർലമെന്റിൽ സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ന് പാർലമെന്റ് നടപടികൾ 11 മണിക്ക് തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷ ബഹളവും ആരംഭിച്ചിരുന്നു. അദാനി വിഷയത്തിൽ ജോയിന്റ് പാർലമെന്ററി അന്വേഷണം ആവശ്യപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രധാനമായും ഇന്ത്യ മുന്നണി ഇപ്പോൾ പാർലമെന്റിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തുടർ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് ബദലായിക്കൊണ്ട് ഇന്ന് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ജോർജ് സോറസ് എന്ന് പറയുന്ന അമേരിക്കൻ വ്യവസായിയുമായും അവരുടെ മീഡിയ കമ്പനിയുമായിട്ടുള്ള സോണിയാഗാന്ധിക്കുള്ള ബന്ധം കിരൺ റിജിജു ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇന്ത്യക്കെതിരായ നീക്കങ്ങളാണ് ഇവർ നടത്തുന്നത്, ഇവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരായ നീക്കം കോൺഗ്രസും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. എന്തായാലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഈ സഭ തുടങ്ങിയ സമയത്ത് തന്നെ വലിയ ബഹളവുമായി എഴുന്നേറ്റു. തൊട്ടു പിന്നാലെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സഭ 12 മണി വരെ നിർത്തിവെക്കുന്നതായി അറിയിക്കുകയായിരുന്നു. 12 മണിക്ക് സഭ വീണ്ടും ചേരും. 12 മണിക്കും സമാനമായ അന്തരീക്ഷം തന്നെ സഭയിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതലുള്ളത്. ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നിൽക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ അദാനി വിഷയത്തിൽ അങ്ങനെ ഒരു തുടർ പ്രക്ഷോഭം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇന്നും ഈ പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സമരത്തിനൊപ്പം നിൽക്കാൻ അവർ തയ്യാറായിട്ടില്ല. അവർ ഭിന്നിച്ചു തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ ഈ വിഷയമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ തീരുമാനത്തെ ജോർജ് സോറസുമായിട്ടുള്ള ബന്ധം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിരോധിക്കാനാണ് BJP ശ്രമിക്കുന്നത്.